ഇതിന് വേണ്ടിയിട്ട് ഉം. ഉംറന്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാ. പിന്നെ ആ ആ, ആ ഓക്കെ 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 ഓക്കെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇപ്പോ നമുക്ക് കൊടുത്തല്ലോ ഈ സംഭവം തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ? ഇതില് ഉം, ഇപ്പൊ നമുക്ക് എന്താ ഒരു ഇന്ന കളറില് ഇപ്പൊ ഒരു ബ്ലൂ കളറില് ബാക്ക്ഗ്രൗണ്ട് വേണം. ഉം. ഉം, 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 ഇതില് ഇപ്പൊ മക്ക വരണം അല്ലെങ്കിൽ വേറെ എന്തൊക്കെ എലമെന്റ് വരണം. ഇപ്പൊ മദീനന്റെ എലമെന്റ് ഇതിൽ വരണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി വേറെ ഉം, ഉം, എന്തെങ്കിലും ഒരു ഇപ്പൊ ഇതിലിപ്പോ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഇത് നമുക്ക് ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് ആ ഇമേജിൽ എങ്ങനെ വേണം എന്ന് നമുക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ആ രീതിയിൽ കിട്ടും. ഇപ്പോ ഉം, നമ്മൾ ഉം, കുറച്ച് മുമ്പ് തരംഗമായ ഒരു സംഭവമാണ് എന്ത്, ഗാന്ധിജി പോലത്തെ കുറച്ച് ആളുകളുടെ സെൽഫി നമ്മളൊക്കെ ഉം, ഉം, കണ്ടിട്ടുണ്ടാവും. ഉം, ഉം, AI വെച്ചിട്ടുള്ള സെൽഫി ഇമേജസ്. അപ്പൊ ആ സംഭവം എന്ന് ഉം, പറഞ്ഞാല് കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് ആ, അത്ര ക്ലിയറില് കിട്ടിയത്. ഉം. ഉം. ഉം, ഉം, ഉം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഇമേജസ് ഒക്കെ കുറച്ച് മുമ്പ് വൈറലായതാണ്. ഇപ്പൊ നമുക്കറിയാം ഈ കുറെ ഇമേജസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താ, ഇപ്പൊ ജവഹർലാൽ നെഹ്റു അതുപോലെ ഗാന്ധിജി ഇതൊക്കെ ന്യൂസ് ആയ ഒരു സംഭവമാണ്. ഇത് ഒരു മലയാളിയായ ഒരു ആളാണ് എന്ത് ചെയ്ത് ഈ ഇമേജ് ജനറേറ്റ് ചെയ്തത്. ഇതൊക്കെ AI ഇമേജ് ആണ്. ഇതിന്റെ ക്ലാരിറ്റി നമുക്ക് കണ്ടാ അറിയാം. AI വഴി ജനറേറ്റ് ചെയ്ത അത് ഒറിജിനൽ ഇമേജിനെ വെല്ലുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. ഗാന്ധിജി ഉള്ള സമയത്ത് ഒരിക്കലും സെൽഫി എടുത്തിട്ടില്ല. അതുപോലെ ജവഹർലാൽ നെഹ്റു സെൽഫി എടുത്തിട്ടില്ല. പക്ഷെ ഇവരെ വെച്ച് സെൽഫി എടുക്കുന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്തത് AI വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനൊരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ എലമെന്റ് വേണം, എങ്ങനെ വരണം, നമ്മളെ കളറിങ്ങും അതുപോലെ നമ്മളെ ആ ഇമേജിനെ കുറിച്ചുള്ള നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര നമുക്ക് ക്വാളിറ്റി ആക്കാൻ പറ്റും അത്രയും ക്വാളിറ്റി ആക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ചാറ്റ് GPT കൊണ്ട് പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മള് എന്താ എത്രമാത്രം അതിന്റെ പ്രോംപ്റ്റ് നന്നാക്കുന്നു അത്രയും അത് എന്ത് ചെയ്യും, നമുക്ക് ബെനിഫിറ്റ് ആവും. അവൻ ഇൻ എർത്ത്, അവൻ ദ മാജിക് ഓഫ് കാശ്മീർ. ഇത് ഷാറുഖ് കാശ്മീർ പാക്കേജിന് വേണ്ടി ഡിസൈൻ ചെയ്തതാ. അല്ല, ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് സാമ്പിൾ. നോക്കിയാ. അതുപോലെ ഓക്കെ ദുബായിന്റെ ഓക്കെ. ഒന്നും ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഐഡിയ കിട്ടിണ്ടാവുമല്ലോ അല്ലെ എങ്ങനെയാന്നുള്ളത്. നമ്മള് ഇതിലിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ചുണ്ടാവും. അതാണ്, ആ, അത് ആ, കറക്റ്റ് ആ, കിട്ടണം. അതാണ് ഇത് ഇത്ര സിമ്പിൾ ആവാത്തതിന്റെ റീസൺ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇപ്പൊ കുറെ AI ഇമേജുകളും ഇത് ഭയങ്കര വൈറലായിട്ടും ഇതിന് എല്ലാരും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ മേഖലയ്ക്ക് എല്ലാവർക്കും കൊണ്ടും വല്ലാതെ ഇറങ്ങാൻ കഴിയാത്തതിന്റെ റീസൺ എന്താ വെച്ചാല് എന്താ ഇതിന് പ്രോംപ്റ്റ് കൊടുക്കുന്നിടത്താണ്. ഇതിപ്പോ യേശുക്രിസ്തുവിനെ കൊണ്ട് എന്ത് ചെയ്യണേ, ഈശോനെ കൊണ്ട് സെൽഫി എടുക്കുന്ന ഇമേജാ. ഇതൊക്കെ ലോകത്തിന് വൈറലായ ഇമേജസ് ആണ്. അപ്പൊ ഇതൊക്കെ വൈറലാവാനുള്ള റീസൺ എന്താ വെച്ചാല് ഇത് അത്ര സിമ്പിൾ ആണെങ്കിൽ എല്ലാവർക്കും പറ്റുമല്ലോ. ഇത് ഈ ഒരു ഇമേജ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഉണ്ടല്ലോ, അത് ആ പ്രോംപ്റ്റ് എഴുതിയ ആളുടെ കഴിവാണ്. അതെ അതെ അതെ. അപ്പോ ചുരുക്കി പറഞ്ഞാല് നമുക്ക് ഈ ഒരു ഡിസൈനർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ഇമേജ് ഡിസൈനിങ് ചെയ്യാൻ പറ്റും. അത് കണ്ടന്റ് അത് അയാൾക്ക് ആശയം ഉണ്ടാവുമല്ലോ, അയാളുടെ ഇമേജ് എങ്ങനെ വരണം എന്നുള്ള ആ ആശയം കറക്റ്റ് പ്രോംപ്റ്റിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അടിപൊളി റിസൾട്ട് ഉണ്ട്. ഉം. ഇതാണോ, ഇതൊക്കെ വേൾഡിൽ ഫേമസ് ആയ ഓരോ എന്താ ലാസ്റ്റ് സപ്പർ, ലാസ്റ്റ് അത്താഴം അതുവരെ സെൽഫി ആയിട്ടും ഫോട്ടോസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അത് അവരെ അതേ ഷേപ്പും അവരെ മുഖ ഷേപ്പ് കാര്യങ്ങൾ കറക്റ്റ് കൊടുത്തതുകൊണ്ടാണ് ഈ ഇമേജ് വെച്ചിട്ട് കറക്റ്റ് കിട്ടാൻ കാരണം. ഉം. അപ്പൊ പ്രോംപ്റ്റ് കൊടുക്കുന്നിടത്താണ് ഇതിന്റെ വിഷയം. പ്രോംപ്റ്റ് നമുക്ക് എത്ര എന്താ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, സംഗതി അതിന്റെ ഐഡിയ മനസ്സിലായില്ലേ? ഇനി ഇതാണെങ്കിലും ചാറ്റ് GPT ആണെങ്കിലും ഇതിന് മെയിൻ സാധനം എന്ന് പറഞ്ഞത് പ്രോംപ്റ്റ് ആണ്. പ്രോംപ്റ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അതെ അതെ. അടിപൊളിയാക്കാം.
ആ പ്രോംപ്റ്റ് എഴുതുന്ന ഒരു പ്രോംപ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാർഡ് പോയി ചെയ്യുന്നല്ലേ? ഞാൻ ഒന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ബാർഡിലെ ചാറ്റ് ജിപിടിനോട് നമുക്ക് എന്ത് ചെയ്യാ, അവിടെയും ശ്രദ്ധിക്കാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഇമേജ് സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോ ചാറ്റ് ജിപിടി കുറെ സജസ്റ്റ് ചെയ്ത് തരുന്ന ഇമേജ് ആണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇമേജ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ പിന്നെ നമുക്കൊരു ഓപ്ഷൻ എന്താ വെച്ചാല് നമ്മൾ ഉദ്ദേശിച്ച ഇമേജ് അതിൽ എന്തൊക്കെ വേണം, ക്രിയേറ്റ് ഇമേജ് പ്രോംപ്റ്റ് ഇത് കൊടുക്കുക. ഇപ്പൊ സ്ക്രീന് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാ, ക്രിയേറ്റ് റൈറ്റ് പ്രോംപ്റ്റ് എന്ന് കൊടുത്തിട്ടേ നമുക്ക് ഇപ്പൊ ഇമേജിന് വേണ്ടിയാണെങ്കിൽ റൈറ്റ് അപ്പൊ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ നന്നാവാ ബാർഡില് ചെയ്യേണ്ട. ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ അല്ല ഇവിടെ പറഞ്ഞു. ഓക്കെ. ഇപ്പൊ നമ്മൾ റൈറ്റ് ഇമേജ് പ്രോംപ്റ്റ് ഫോർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് ബിസിനസ്സിനാണ് റൈറ്റ് ആൻഡ് ഇമേജ് പ്രോംപ്റ്റ് എന്ന് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ആശയം കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ ആശയം നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് കണ്ടന്റ് ഓർഡർ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ വരണം, ബാക്ക്ഗ്രൗണ്ട് കളർ ഇന്നത് അതുപോലെ ഇന്ന രൂപത്തിൽ വേണമെന്നുള്ളത് നമ്മൾ ഡീറ്റെയിലോട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒരു പ്രോംപ്റ്റിന്റെ ശൈലിക്കാക്കിയിട്ട് എന്ത് ചെയ്യും, ചാറ്റ് ജിപിടി നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നോളും. അതെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ക്രിയേഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യും, ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. ഓക്കെ, ഒരു ഐഡിയ മനസ്സിലായോ? അങ്ങനെ നമുക്ക് ചെയ്യാം. അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇമേജ് എന്താണെന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാല് അത് നമ്മളിപ്പോ ചില പ്രോംപ്റ്റ് കൊടുക്കുമ്പോ അത് റിപ്പോർട്ട് വരികയാണ്. അത് റിപ്പോർട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ അത് ഓൽക്കൊരു പോളിസി വയലേഷൻസ് ഉണ്ട് ഏത് ഇതാണെങ്കിലും. അപ്പൊ അതിനെതിരായിക്കാണ്ട് നമ്മൾ ഈ ചാറ്റ് ജിപിടി നിൽക്കുമ്പോ എന്ത് ചെയ്യും, അവർക്ക് പിന്നെ മറ്റൊരു പോളിസി വയലേഷൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും, അതായത് ഇപ്പൊ ചാറ്റ് ജിപിടി ചില കണ്ടന്റ് ഇപ്പൊ നമ്മൾ ഇന്നലെ എടുത്ത് ചില കണ്ടന്റ് ഒക്കെ എടുത്ത് വരുമ്പോ സ്വാഭാവികമായിട്ടും ഓരെന്ത് ചെയ്യുന്നുണ്ട്, പോളിസി വയലേഷൻ വരുന്നുണ്ട്. അത് ചിലപ്പോ ഈ ഇല്ലീഗൽ യൂസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വരുമെന്ന് കരുതിയിട്ടുള്ള പോലെ സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് ചാറ്റ് ജിപിടി നിർക്കാതെ നമ്മളെ ശൈലിക്ക് നിങ്ങളൊന്ന് പ്രോംപ്റ്റ് കൊടുത്തു നോക്കി. അപ്പൊ നിങ്ങൾക്കൊരു ഇമേജ് വേണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നമ്മള് ഹലോ ഓഡിയബിൾ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ രീതിക്ക് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോ ചാറ്റ് ജിപിടി എന്നോ ബാർഡെന്നോ എടുക്കണം എന്നില്ല, നമ്മളെ രീതിക്ക് തന്നെ നമുക്ക് എന്താണ് എന്റെ രൂപത്തില്. ഇപ്പൊ നമ്മൾ ഇന്നലെ മറ്റേ പാം ജുമേറിന്റെ ഒക്കെ ചെയ്തില്ലേ, അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അത് മാത്രം ടെക്സ്റ്റ് അടിച്ചിട്ട് അത് ഇന്ന രൂപത്തിൽ വരണം, ഇന്ന കളറിൽ വരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും, ആ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നമുക്ക് സെഷൻക്ക് പോവാം. അനീസ് ഭായി നോക്കിയോ ചാറ്റ് ജിപിടി ബാർഡ് നോക്കിയോ? പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോഴാണെങ്കിൽ ഒന്നും മനസ്സിലായത് കറക്റ്റ്. അപ്പൊ ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണുള്ളൂ. ഓക്കെ ഓക്കെ. റഹ്മാൻക്ക ഡീറ്റെയിൽ നോക്കിയാണല്ലോ. ഓക്കെ ഓക്കെ. ഷാജിദ് അല്ലേ? സാജിദ് എന്നല്ല പേര്. 1110. ഓക്കെ ഓക്കെ. സഹദ്, സോറി ട്ടോ, സഹദ്. അനീസ് ഭായി, അപ്പൊ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ഇപ്പൊ നമ്മളെന്ത് ചെയ്തു, കണ്ടന്റ് ടെക്സ്റ്റ് കണ്ടന്റിന്റെ ആയി, അതുപോലെ തന്നെ ഇമേജിന്റെ ആയി. ഇനി നമുക്ക് ഉള്ളത് AI വെച്ചാണ് വീഡിയോ ജനറേറ്റ് ചെയ്യാനാണ് ഒന്നും കൂടെ. അപ്പൊ ക്യാൻവയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ അതിനും ജനറേറ്റ് ചെയ്യാം, അതിൽ ഇമേജ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു
എന്താ പ്രസന്റേഷൻ വീഡിയോ, അല്ലെങ്കിൽ ഒരാള് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ സംസാരിക്കുന്ന വീഡിയോ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ അധികം ടൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ AI എന്താ വീഡിയോ ക്രിയേഷന് വേണ്ടിയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പോ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. ഒന്ന് AI വീഡിയോ ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കുറെ കിട്ടും. അപ്പൊ അതില് ഏറ്റവും പോപ്പുലർ ആയ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഇതൊക്കെ പല ടൈപ്പ് AI വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ടൂൾസുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ ഒരു സാധനമാണ് ID സ്റ്റുഡിയോ. ഡി DID എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. ക്രിയേറ്റ് റിയാലിറ്റി സ്റ്റുഡിയോ ജനറേറ്റ് AI വീഡിയോ ക്രിയേറ്റർ. D-ID ക്രിയേറ്റിവിറ്റി റിയാലിറ്റി സ്റ്റുഡിയോ എന്നാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ രൂപത്തില് ഇപ്പൊ ഈ ലേഡി പറയുന്ന ഈ വീഡിയോ AI വെച്ചിട്ട് നിർമ്മിച്ചാണ്. ഇതേ രൂപത്തിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, പല ലാംഗ്വേജിലായിട്ടും ഇതിൽ വേണ്ട ആളുകളെ ആരെയും ചൂസ് ചെയ്യുക. ഇതിൽ കൊടുത്തതല്ലാതെ ഇപ്പൊ നമ്മളെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യണമെങ്കിൽ, നമ്മുടെ സ്റ്റാഫിന്റെ ഫോട്ടോ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഒരു ബ്രാൻഡ് അംബാസഡറുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു വീഡിയോ ക്രിയേഷൻ AI ടൂളാണ് D-ID എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. ആർക്കെങ്കിലും മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അത് കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ചെയ്ത്. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാ വെച്ചാൽ നമ്മള് ഈ സൈറ്റ് കയറുക, ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതിലൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിലൊക്കെ എന്തുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതിന് ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പെയ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പെയ്ഡ് അല്ലാത്ത കേസിൽ ഇവിടെ പ്ലാൻ ഉണ്ടാവും, പ്രൈസ് പ്ലാന്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു ഫ്രീ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ മറ്റൊന്നാണ് Synthesia.io എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ്. ഇതും ഇത് സെയിം സംഭവം തന്നെയാണ്, ഇതിന്റെ വേറൊരു രൂപമാണെന്നുള്ളത്. ഇപ്പൊ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെയാണ് ഈ D-ID പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് വീഡിയോ കൊടുക്കുക, അതിൽ ലോഗിൻ ചെയ്യുക, ക്രിയേറ്റ് വീഡിയോ കൊടുക്കുക. അവിടെ ചോദിക്കുന്നുണ്ട് സ്ക്വയർ ടൈപ്പ് ആണോ അതോ വെർട്ടിക്കൽ ആണോ നമുക്ക് വീഡിയോ വേണ്ടത്. ഇപ്പം റീൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, വെർട്ടിക്കൽ ടൈപ്പ് ആണ്. അതല്ലെങ്കിൽ നോർമൽ നമുക്ക് വേറെ എന്തെങ്കിലും പർപ്പസിനാണെങ്കിൽ റിയൽ ടൈപ്പ് മതി. ഇതാകുമ്പോൾ വെർട്ടിക്കൽ ടൈപ്പ് ആണ്. ഇവിടെ കുറെ ആളുകളെ ഫോട്ടോസ് ഇവരെന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ആളുകളെ മാറ്റിയിട്ട് നമുക്ക് നമ്മളേതായ രീതിക്കുള്ള ആൾക്കാരെ വെക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ഒരുപാട് ലേഡീസും ജെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവരെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് ലോഗിൻ ചെയ്യണം കേട്ടോ. പക്ഷെ പ്രശ്നം ഇവിടെ വെച്ചാൽ ഞാൻ ഓൾറെഡി കുറെ ലോഗിൻ ചെയ്തതുകൊണ്ടേ ഇതിന്റെ ലിമിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഒരു പ്രശ്നം. ഇതിപ്പോ ഓഗസ്റ്റിൽ ചെയ്ത വീഡിയോ ആണ്. ഇവിടെ ജസ്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം പറയട്ടോ.
ഇത് ഞാൻ എഐയിൽ നിർമ്മിച്ച ഒരു ഇമേജ് ആണ്. അവരെ വെച്ചുകൊണ്ട് ഞാൻ അന്ന് ഡിസൈൻ ചെയ്ത ഒരു കണ്ടന്റ് ആണ്. മലയാളത്തിൽ കണ്ടന്റ് കൊടുത്തിട്ട് ഒരു കോട്ടാണ്. ആ കോട്ട് ഈ ആളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് ഫ്രീ നമുക്കിപ്പോ ട്രയലിലാണുള്ളത്. ഇത് ഫ്രീ ഇത് ട്രയലിൽ കിട്ടുമോ? ഇത് ഫ്രീ ട്രയൽ ആണ്. ഫ്രീ ട്രയൽ ആയിട്ട് നമുക്ക് ചെയ്യാം. എനിക്ക് ഇന്ത്യ ഇപ്പൊ ഇവിടെ ക്രെഡിറ്റ് 0 ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 15-20 ഉണ്ടാവും ക്രെഡിറ്റ് ലെഫ്റ്റ്. അപ്പൊ ഇത് 0 പുതിയൊരു ആവുന്നത് അക്കൗണ്ട് തുടങ്ങിയാൽ പോരെ? പുതിയ അക്കൗണ്ട് ചെയ്താൽ മതി. അപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന് ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ അതല്ല, നിങ്ങൾക്ക് പുതിയ ഒന്ന് വേറൊരു ഐഡി ക്രിയേറ്റ് ചെയ്താൽ പോരെ? വേറെ ഐഡി ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഓൾറെഡി 2-3-4 മെയിലിൽ ഞാൻ വ്യത്യസ്തമായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുള്ളൂ. അതാണ് പ്രശ്നം. ഒരു ഇമെയിലില് ഒരു മെയിൽ ഐ ഡിയിൽ ഒരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാനാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. 1 മിനിറ്റ്. ഒന്ന് ഇതിൽ കാണിച്ചു തരാം. ഈ വെബ്സൈറ്റ് എടുക്കുക. അതിന് ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലിടാം കേട്ടോ. ഈ വെബ്സൈറ്റ് ഇതാണോ? ക്രിയേറ്റ് ഫ്രീ ഇതിലാണോ ചെയ്തത്? എങ്ങനെ ഇതാണ് നമ്മൾ ഈ സാധനം ആ ഉണ്ടാക്കുന്നത്? ഒന്ന് ഇതാണ്. ഒന്ന് ഇപ്പൊ ഈ സൈറ്റ് ആണ്. ഇതിന്റെ ഞാൻ കാണിച്ചു തരാം, ഇതിന്റെ ഞാൻ കാണിച്ചു തരാം. രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇതില് ഫ്രീ AI വീഡിയോ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ സെലക്ട് ടെംപ്ലേറ്റ് ഉണ്ടാവും. അതായത് സെയിൽസ് പിച്ച് ഉണ്ട്. പിന്നെ കോംപ്ലിമെന്റ്, അതുപോലെ സിന്തസിസ്, ഡെമോ. അതുവരെ ഡെമോ കൂടി. അപ്പൊ സെയിൽസ് പിച്ച് 2-3 കാറ്റഗറി ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മളെ കണ്ടന്റ് കൊടുക്കാം. നമ്മൾ എന്താണോ കണ്ടന്റ് എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, ബാർഡിനോട് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം. $22. എങ്ങനെ പേയ്മെന്റ് അല്ലേ? നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. മറ്റൊന്ന് നിങ്ങൾക്ക് എന്താ പെയ്ഡ് അഡ്വാൻസ് ആയിട്ട് പിന്നെ സാമ്പിൾ ഉപയോഗിക്കാം. എല്ലാത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഉപയോഗിക്കാം. ഫ്രീ ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ആവശ്യകതക്കനുസരിച്ച് പിന്നെ അത് പെയ്ഡ് ആക്കിയാൽ മതി. ഞാൻ അവിടെ കണ്ടന്റ് ജസ്റ്റ് കൊടുത്തു. സോഷ്യൽ മീഡിയ സുവർണ ദൂരം തുറക്കുന്നു. ബിസിനസ് വിജയത്തിന് ആവശ്യമായ സോഷ്യൽ മീഡിയ മാസ്റ്ററി. ഓപ്പൺ വിത്ത് മൗണ്ടേജ് ഇൻസ്പയറിംഗ് വിഷ്വൽ ഷോയിങ് ബിസിനസ് സോഷ്യൽ മീഡിയ. നമ്മൾ ഫ്രീ ആകുമ്പോൾ വിഷയം എന്താ അറിയോ, ഇവിടെ ക്യാരക്ടറിന് ലിമിറ്റ് ഉണ്ട്. ഇവിടെ 200 ക്യാരക്ടറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടന്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ചെറിയ കണ്ടന്റ് കൊടുത്തു. ഇതിലിപ്പോ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, നെയിമും കാര്യങ്ങളും കൊടുക്കാൻ പറയുന്നത്. നമ്മുടെ പേര്, ഡീറ്റെയിൽസ്. ഇത് നമുക്ക് എവിടെ നിന്നാണ് ഇവരെ ആഡ് കണ്ടത്, അല്ലെങ്കിൽ ഇവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തതെന്നാ ചോദിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തു. ഐ ആം നോട്ട് എ ബോട്ട്.
നമ്മൾ ബോട്ട് അല്ല എന്ന് എന്ത് ചെയ്യണം, കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിലൂടെ ടിക്കറ്റ് കൊടുക്കുക. Caption. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, ഹലോ, ഇതിനിടയിൽ ഒന്ന് നെറ്റ് കട്ടായില്ലേ? ആ ജസ്റ്റ് ഒരു അര മിനിറ്റ്. ആ, ഓക്കെ ഓക്കെ. റേഞ്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ വീട്ടിലെ. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ശരി തരാം. ഞാൻ നിങ്ങൾ കേൾക്കുന്ന ഡ്രസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോഴൊന്നും ഇല്ലാത്തപ്പോ സംശയം കൂടി നോക്കിയതാ, അപ്പൊ കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് D-ID എന്നുള്ള അക്കൗണ്ട് ജസ്റ്റ് എന്ത് ചെയ്യണം, എന്റെ ഒരു പുതിയൊരു ഇമെയിലിൽ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യട്ടോ. അപ്പൊ ഓൾറെഡി അതില് ഈ ഇമെയിൽ ഉണ്ട്. അത് കറക്റ്റ്, അത് കൺഫേം ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നമ്മൾ ലോഗിൻ ചെയ്യും. ഞാൻ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് വെബ്സൈറ്റ് കയറിയ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് കയറും. വെൽക്കം ടു D-ID എന്നുള്ള ഒരു വെബ്സൈറ്റ് വരും. ഇവിടെ വർക്ക്, പേഴ്സണൽ യൂസ്, ബോത്ത്, ഏതിനാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ബോത്ത് എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്ന് കൊടുത്തു. പ്ലീസ് സെലക്ട് യുവർ ഒപ്പീനിയൻ. അപ്പൊ നിങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ മാർക്കറ്റർ, ഏജൻസി, ഫ്രീലാൻസർ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് കാറ്റഗറിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫഷൻ കൊടുക്കട്ടോ. സെലക്ട് ഓപ്ഷൻ, പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ചാനൽ. വാട്ട് വിൽ യു മെയിൻലി യൂസ് ഡീപ്പർ? ഇത് ഏതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെയിൽസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ, ലീഡ് ജനറേഷൻ, പ്രൊഫഷണൽ വീഡിയോ പ്രൊഡക്ഷൻ, അനിമേഷൻ, ഇന്ററാക്റ്റീവ്, സെയിൽസ്, മാർക്കറ്റിംഗ്. ഞാൻ പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്വർടൈസിങ്, ഡിസൈനിങ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, കൺസൾട്ടിങ് ഉണ്ട്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുത്തു. How many people work in your company? നമ്മുടെ കമ്പനി എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ ജസ്റ്റ് മീന്ന് കൊടുത്തു. അപ്പൊ എങ്ങനെ കിട്ടും? ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇമെയിൽ കൊടുക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും, നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കാൻ. അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോ ഇവിടെ 20 ക്രെഡിറ്റ്സ് ആണ് നമുക്കുള്ളത്. 20 ക്രെഡിറ്റ്സ്. അപ്പൊ 20 ക്രെഡിറ്റ്സിൽ തന്നെ ഒരു വീഡിയോ ഒരു 4, 5 ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ്സ് പോകും. ഒരു 4 വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. 4 വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ ലിമിറ്റേഷൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് എന്ന് കൊടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുത്തു. ഇതിന് ഒരു നെയിം കൊടുക്കണം. സോഷ്യൽ SM ആഡ്, സോഷ്യൽ മീഡിയ മാസ്റ്ററിന്റെ ആഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെ നമുക്ക് സ്ക്വയർ ഉണ്ട്, അതുപോലെ സ്ക്വയർ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ ഇടാനുള്ളതായതുകൊണ്ട് നമ്മൾ വെർട്ടിക്കൽ, റീൽസിനും അതുപോലെ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ വെർട്ടിക്കൽ കൊടുത്തു. അതല്ല സ്ക്വയർ ആവുകയാണെങ്കിൽ സ്ക്വയർ കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ കുറെ ആളുകളെ ഫോട്ടോസ് ഉണ്ട്. ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന വീഡിയോസ് ആണ്. ഇവരെ വെച്ച് തന്നെ പറയിപ്പിക്കാം. ഇനി അതല്ല, നമുക്ക് നമ്മളതായ ആരെങ്കിലും, നമ്മളെ സ്റ്റാഫിന്റെ നമ്മളാരെങ്കിലും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യും, നമ്മളെ ഫോട്ടോ വെച്ചിട്ട് തന്നെ AI വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ തൽക്കാലം ഇതിലുള്ള ഒരാളെ ഫോട്ടോ തന്നെ കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരാളെ ഫോട്ടോ കൊടുത്തു. പിന്നെ ഈ വലതു ഭാഗത്ത് ഇവിടെയാണ് നമ്മളെ കണ്ടന്റ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് നമുക്ക് കണ്ടന്റിനൊക്കെ ചിലപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വരാം. ഇവിടെ 10 വേർഡ്സ് ലിമിറ്റ് എക്സീഡ്. പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത് കേട്ടോ. കുറച്ച് കണ്ടന്റ് അവിടെ കൊടുത്തു. സ്ക്രിപ്റ്റ് ഇവിടെ കൊടുക്കുക. ഇനി സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഓൾറെഡി വോയിസ് ആയിട്ട് നമ്മൾ പറഞ്ഞ വോയിസ് ഉണ്ടെങ്കിൽ ഇവിടെ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് ഒന്നുകിൽ വോയിസ് ആയിട്ട് വോയിസ് ഓവർ ഡൗൺലോഡ് ചെയ്ത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൊടുക്കുക. ഇത് ജസ്റ്റ് റീഡ് ചെയ്യിക്കണത് ക്ലിക്ക് ചെയ്താൽ മതി. അത് വായിച്ച് കാണിച്ചു തരും എങ്ങനെയാണത്. അപ്പൊ അത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ലാംഗ്വേജ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മലയാളം എന്നുണ്ടാവും. നിങ്ങൾക്ക് അറബിയോ ഇംഗ്ലീഷോ ഏത് ലാംഗ്വേജിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഗുജറാത്തി, ഇന്ത്യ, ഹിന്ദി, മലയാളം, ഇത് ഓക്കെ. ഇന്ത്യൻ മലയാളം. പിന്നെ ഇവിടെ വോയിസിന്റെ ആളെ പേരുണ്ട്. അവിടെ നമുക്ക് ലേഡീസ് വോയിസും ജെന്റ്സ് വോയിസും ഉണ്ട് കേട്ടോ. അപ്പോൾ ശോഭന എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ വോയിസ് ഉണ്ട്. മിഥുൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജെന്റ്സ് വോയിസ് ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോ മിഥുനാണ് ഉള്ളത്. നമുക്ക് ശോഭന ആക്കാം. പക്ഷെ ശോഭന ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലേഡീന്റെ ഫോട്ടോ എങ്കിലും ഒരു ലേഡീനെ ആക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വോയിസിന് മാച്ച് ആവുള്ളൂ. ഞാൻ ഈ ഒരു ശോഭന എന്നുള്ള വോയിസ് കൊടുത്തു, മലയാളം ലാംഗ്വേജ് കൊടുത്തു. പിന്നെ ഇവിടെ സ്റ്റൈൽ ഉണ്ട്. ഇതൊന്ന് വോയിസ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വേണ്ട ഏതെങ്കിലും കളർക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ മാറ്റി കൊടുക്കട്ടോ. ഇവരെ ബാക്ക്ഗ്രൗണ്ട് കളറേ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഗ്രീൻ ആക്കി, സൈസ് വെർട്ടിക്കൽ ആക്കി. ഓക്കെ, കണ്ടന്റ് കൊടുത്തു. ഇനി ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുകയാണ്. ഇനി ഇതല്ലാതെ നമുക്ക് വേറെ ആളുകളെ ചൂസ് ചെയ്യണേ ഇവിടെ കൊടുക്കട്ടോ, ജനറേറ്റ് AI പ്രസന്റർ. അപ്പൊ നമുക്കിവിടെ AI വെച്ചിട്ട് ഒരാളെ രൂപം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് ഒരാളെ രൂപം ഫേസ് ഏത് ടൈപ്പ് ആളാണ്, എങ്ങനത്തെ ആളായിരിക്കണം, ആ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ആളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ കറക്റ്റ് ഇവിടെ കൊടുക്കാം, എങ്ങനത്തെ ആളാണ്. അപ്പൊ ആ രീതിക്കുള്ള ഒരാളെ എന്ത് ചെയ്യും, ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് എന്ന് കൊടുത്തു കേട്ടോ. അപ്പൊ നമ്മൾ കൊടുത്ത കണ്ടന്റ് ആണ് ഇവിടെ വരുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടന്റ് ആദ്യം കറക്റ്റ് എന്ത് ചെയ്യണം, നമ്മളെ പ്രൊഡക്റ്റോ ബിസിനസ്സോ ബന്ധപ്പെട്ട് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് കൊടുക്കാനുണ്ടോ. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഓക്കെ, അതേ രൂപത്തിൽ നമ്മൾ നേരത്തെ ഒന്ന് ഓണാക്കി വെച്ചിരുന്നു, അത് എന്തായിട്ടുണ്ട് നോക്കാം. ആ, ഇത് നമ്മളെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുക്കുക, നെയിം, അതുപോലെ എവിടെ നിന്നാണ് അവർക്ക് കണ്ടത്, ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ള കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പൊ ഇതിലും എന്ത് ചെയ്യുക, നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ എന്ന് കൊടുക്കുക. അവര് മെയിലായിട്ട് അയച്ചിട്ടുണ്ടാവും. നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ലോഗിൻ കൊടുക്കുക, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ. നമ്മൾ ഇമെയിൽ ഐഡി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂ എന്ന് കൊടുക്കാം. മന്ത്ലി 1500 രൂപ മുതലുള്ളതുണ്ട്. മന്ത്ലി 4649 രൂപ വരുന്നുള്ളതുണ്ട്. പിന്നെ കാണുന്നില്ലല്ലോ ഇവിടെ, ആ സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ ഇപ്പൊ ഏതാ കാണുന്നത്? ഈ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? പഴയതാണ്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ കാണിച്ചു തരാം. മറ്റേത് അവിടെ ലോഡിങ്ങിലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ രണ്ടാമതുണ്ടല്ലോ, അതിലൊന്ന് കയറിയാണ്. അപ്പൊ അതിൽ നമ്മൾ ലോഗിൻ കൊടുത്തു. അപ്പൊ നമ്മളെ ഇമെയിൽ കൺഫർമേഷൻ കൊടുത്തപ്പോ പാക്കേജസ് ഉണ്ട്. ഇതിൽ ട്രയൽ പാക്കേജ് സബ്സ്ക്രൈബ് സ്റ്റാർട്ട് ക്രിയേറ്റ് വീഡിയോ മിനിറ്റ്. നമുക്ക് ട്രയൽ പാക്കേജ് ഇത് കിട്ടുമോ എന്നുള്ള കാര്യം സംശയം കേട്ടോ.
ആദ്യം ട്രയൽ പാക്കേജ് ഉണ്ടായിരുന്നു, ഇപ്പൊ വരുന്നില്ല. പിന്നെ നമ്മളെ കമ്പനി ഏജൻസി ടീമിലാണ് ഡെവലപ്മെന്റ്, ഐറ്റി, സെക്യൂരിറ്റി, കസ്റ്റമർ മാർക്കറ്റിംഗ്. അപ്പൊ നമുക്ക് ഐറ്റി നമ്മളെ കമ്പനിയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അത് കൊടുത്താലാണ് അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമുക്ക് അവരെന്ത് ചെയ്യുക, അത് പ്രൊവൈഡ് ചെയ്യുക. സ്റ്റാർട്ട് ക്രിയേറ്റിംഗ്. ഇത് പേയ്മെന്റ് ഇല്ലാതെ ഒരു രക്ഷയില്ല. ഇവിടെ എന്തായി? നമ്മൾ ക്രിയേറ്റ് കൊടുത്തു. അപ്പൊ വീഡിയോ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓഡിയബിൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ നമ്മളെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മലയാളത്തിലുള്ള കണ്ടന്റ് ആണ്, മലയാളം ലാംഗ്വേജ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ലാംഗ്വേജ് ഉപയോഗിക്കാം. അതിലുള്ള ഒരു ആളെ ഫേസ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഫേസ് ഒക്കെ എന്ത് ചെയ്യാ, കൊടുക്കുക. നിങ്ങളെ ഫേസ് വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു പുറത്തുനിന്ന് വേറെ ആളെ വെക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അംബാസിഡർ, ഏതെങ്കിലും നിങ്ങൾ സ്പോൺസർ പരസ്യം ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ റെഡി ആയിരുന്നത് 36 സെക്കൻഡുള്ള വീഡിയോ ആണ്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കല്ലേ? സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട് കേൾക്കുന്നില്ല? വീഡിയോയുടെ സൗണ്ട് കുറവാ. തീരെ കേൾക്കുന്നില്ല, അതോ കുറവാണെന്നോ? തീരല്ല. തീരല്ല. ഇല്ല. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടായിരിക്കാം മേ ബി. ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യാ, നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഗ്രൂപ്പിൽ ഇട്ടെന്നാ പോരെ? ഓക്കെ ഓക്കെ. പക്ഷെ ഇതിനൊരു
വിഷയം എന്താന്ന് ചോദിച്ചാലേ ഇതില് ഇവരെ എന്താ ലോഗോൺ ഇവരെ കോപ്പിറൈറ്റ് അല്ല മറ്റേ ഇവരെ വാട്ടർമാർക്ക് ഉണ്ടാവും. കാരണം നമ്മൾ പെയ്ഡ് അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ആ പക്ഷെ ഇത് ആദ്യം ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം ഇവിടെ താഴെ ഒരൊറ്റൊന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. ഇതിപ്പോ പുതിയ വന്ന അപ്ഡേഷൻ ആണ്. മുമ്പൊക്കെ നമ്മൾ ചെയ്തതിന്റെ അന്ന് ഇതിന്റെ താഴെ ഒരു ഒറ്റ വാട്ടർമാർക്ക് ഉണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓല് ഇപ്പൊ ചെയ്ത പണി എന്താ വെച്ചാൽ ഇപ്പൊ എല്ലായിടത്തും അവരെ വാട്ടർമാർക്ക് കൊടുത്തേക്കാം, പരത്തി കൊടുത്തേക്കാം. അപ്പൊ പിന്നെ യൂസ് ചെയ്യൂലല്ലോ. ഉം. ഞാൻ ഗ്രൂപ്പിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കി. എന്താണ് അത് മലയാളത്തിൽ കൊടുത്തതാണ്. അത്ര പെർഫെക്ഷൻ ഒന്നല്ല. നമുക്കൊന്നും കൂടെ നല്ല രീതിക്ക് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് വരിക. ആ ഉഷാറായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ നമുക്കിവിടെ 20 ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ 3 ക്രെഡിറ്റ് ഒരു വീഡിയോക്ക് പോയത് കേട്ടോ. 3 വീഡിയോ ക്രെഡിറ്റാ പോയത്. ഇനി ഇതേ രൂപത്തില് നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ക്രിയേറ്റ് കൊടുക്കുക, സ്ക്രിപ്റ്റ് കൊടുക്കുക. സ്ക്രിപ്റ്റ് ഇപ്പൊ മലയാളത്തിലുള്ള കൊടുത്തത്, ഇനി ഇംഗ്ലീഷിലുള്ള കൊടുക്കുക, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് വേണമെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ആഡ് എന്നുണ്ട്. ഈ ആഡിന്റെ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ പല ആളുകളെ AI ഇമേജസ് ഉണ്ടാവും. AI വെച്ചിട്ടാണ് നമുക്ക് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ പറ്റും. ഉം. ഇവിടെ കുറെ പ്രോംപ്റ്റ് അവർ തന്നെ തരുന്നുണ്ട്. ഹൈലി ഡീറ്റെയിൽഡ് ഫ്രണ്ട് ഫേസിംഗ് പ്രൊഫഷണൽ ഡിജിറ്റൽ പെയിന്റിംഗ്. ഇത് വേണ്ട. അൺറിയൽ എഞ്ചിൻ 5 ഫേസ് HD ക്വാളിറ്റി സിനിമ. നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ആളെ കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് കൊടുത്തിട്ട് നേരത്തെ കൊടുത്ത രൂപത്തിൽ നമ്മളേതെങ്കിലും നമ്മളെ ഇമേജിനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ വെച്ച് കാണാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഒരു ഇമേജ് സാമ്പിൾ കൊടുക്കാം കേട്ടോ. നമ്മളൊരു ഇമേജ് വെച്ച് കണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ അത് പറ്റും. നമുക്ക് ബ്രാൻഡ് അംബാസഡർമാരുണ്ടെങ്കിൽ വല്ലത് ചെയ്യാൻ പറ്റുമോ നോക്കാലോ അല്ലെ. വലുത് വെച്ച് ചെയ്യാം. ബ്രാൻഡ് അംബാസഡർമാരുണ്ടെങ്കിൽ അവരെ ഇമേജ് നല്ല ഇമേജ് എന്ത് ചെയ്യുക, കറക്റ്റ് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള ഇമേജ് ആണ്. എന്നാലും അത് പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം ഇപ്പൊ ഈ ഇമേജ് ചെരിവുണ്ട്. ഇപ്പൊ ഇവര് തന്ന ഇമേജ് ഇതാ ഇതുപോലെ കറക്റ്റ് ഫേസ് ടു ഫേസ് എന്നുള്ള രൂപത്തിലുള്ള ഇമേജ് ഉണ്ടല്ലോ. ആ അങ്ങനെ ഒരു ഇമേജ് സെലക്ട് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോ നമുക്ക് ഒരു കണ്ടന്റ് കൊടുക്കണം. ChatGPT ചെറിയൊരു കണ്ടന്റ് ടൈപ്പ് ചെയ്യട്ടെ. വീഡിയോ കണ്ടന്റ്.
ഇപ്പൊ ഞാൻ വൺ വേൾഡ് ട്രാവൽസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കണ്ടന്റ് എന്ത് ചെയ്യണ ക്രിയേറ്റ് ചെയ്താണ് സാമ്പിളിന് കേട്ടോ. ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുമോ? ആ ഓക്കെ, ഗ്രൂപ്പിലിട്ടാ. ഇല്ല, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുതരാം. എങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്തോടെ കിട്ടൂലേ? ആ ഞാനത് ഓഫ് ആക്കി തരാം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ. ഞാൻ ഷെയറിങ് ഓഫ് ആക്കി. World Travel and Tours introduce ourselves as an IATA approved travel ഷെയർ ചെയ്തിട്ട് company established in we. ഷെയർ ചെയ്തോ? ഞാൻ ഇപ്പൊ ചെയ്തരാം. വെറുതെ ചെയ്ത് നോക്കിയോ? ആ അങ്ങനെ തന്നെ കിട്ടിയോ? ചെയ്യാം. ആ One കാണുന്നുണ്ട്. World Travel and Tours introduce ourselves as an IATA approved travel company established in 2019 in Kozhikode, and our office is located in Gopur Road in the heart of the city of Calicut, having only a walking distance from the main bus station of Calicut. Since then, we are the most trusted and respected name in the travel industry. Our well-experienced and IATA qualified crew provide an excellent service to all our patrons in the field of domestic and international reservations, inbound and outbound tour packages, hotel bookings and visit and tourist visa and employment. Visa stamping. We are pleased to offer you best rates on air tickets, visit visa, and hotel booking and holiday packages with special discounts considering the volume of business. We, One World Travel and Tours introduce. അടിപൊളി അടിപൊളി. അത് കേൾക്കുന്നുണ്ടോ അവിടെ? ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അടിപൊളിയാണ്. സംഭവം ഐഡിയ കിട്ടിയില്ലേ? ഇവിടെ എന്ത് ചെയ്യാ, നിങ്ങളെ ലാംഗ്വേജ് കൊടുത്തതേ. ഇനി വാട്ടർമാർക്ക് പോണോ? അതാ പ്രശ്നം. വാട്ടർമാർക്ക് ഇല്ലായിരുന്നു. ഇത് ഇപ്പൊ പുതിയ അപ്ഡേഷൻ വന്നപ്പോ അത് ആകെ താഴെ ഒറ്റൊരു വാട്ടർമാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല വെച്ചാല് അടിഭാഗം കട്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മളെ ലോഗോ എന്തെങ്കിലും മറക്കും. അപ്പൊ പിന്നെ കാണൂലല്ലോ. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടന്റ് കൊടുത്തപ്പോ അവിടെ ലാംഗ്വേജ് അതാ കൊടുത്തത്, ഇംഗ്ലീഷാ? ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ. അവിടെ ഇന്ത്യന്റെ ലാംഗ്വേജ് ഉണ്ട്, ഇന്ത്യ ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് വരും അല്ലേ? ഇന്ത്യൻ ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നമ്മളവിടെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് വരും. ഇതിപ്പോ UK സ്റ്റൈലാകുമ്പോ നമുക്ക് തീരെ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാകാറുണ്ടാവും. അപ്പോ ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ഇന്ത്യ ബേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യന്റെ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷായി മാറും. അപ്പൊ ആ രീതിക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റൂട്ടോ. ഇപ്പോ ഇതിലിപ്പോ വേണ്ട ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് കാണാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ എന്ത് ചെയ്യും. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണ്ട്, ഒന്ന് ഇന്റെ ഫോട്ടോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. പുറത്തേക്ക് കൊടുക്കുന്നതല്ല, സാമ്പിളാണ്. ജനറേറ്റ്. ഇത് ചെരിഞ്ഞു നിന്നുള്ള ഫോട്ടോ ആയതുകൊണ്ട് എത്രമാത്രം ശരിയാവും എന്നുള്ള അറിയില്ല. കറക്റ്റ് ഫേസ് ടു ഫേസ് വേണമെന്നാണ് അതിന്റെ രീതി. അപ്പൊ ചെരിഞ്ഞു നിന്നാകുമ്പോ ചിലപ്പോ ഫിനിഷിങ് കുറവ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇതൊന്ന് നോക്കാം. Welcome to One World Travels and Tourism, your passport to the wonders of India. കേൾക്കുന്നുണ്ടോ? Discover the beauty. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇത് ചെരിഞ്ഞു നിന്നിട്ടേ മുഖത്തിന് എന്തോ ഒരു ഇതുള്ള പോലെ ഉണ്ടല്ലേ. Culture and diversity of our nation. മൂവ്മെന്റ് അല്ല, അതിന്റെ ലിപ് മൂവ്മെന്റ് കറക്റ്റ് വരുന്നുണ്ടോ?
മൂവ്മെന്റ് with One World Travels and Tourism's national and domestic tour packages. Whether you dream of exploring ancient temples, wandering through vibrant markets, or indulging in mouth-watering cuisine, we have the perfect itinerary for you. Create unforgettable memories with your loved ones as you embark on an adventure of a lifetime. എന്താ അവസ്ഥ? പക്ഷെ ഇതെന്താ പറയുക, ഫോട്ടോ വെക്കുമ്പോഴേ സാറാണ് അതിന്റെ ആ ചെരിഞ്ഞു മറ്റേ ആ കയ്യിന്റെ മൂവ്മെന്റ് ഒന്നും കാണാത്തോണ്ട് ഇതിങ്ങനെ ആ ഒരു തല മാത്രം ഇങ്ങനെ കാണുന്നുള്ളൂ. അതാണ് ഇമേജ് ശരിക്കും ക്ലിയർ ആവില്ല. ആ ഇതെന്താ വെച്ചാലേ ഇത് ചെരിഞ്ഞുള്ള ഇമേജ് ആയതുകൊണ്ടാണ്. അത് ചെരിച്ചുള്ള ഇമേജ് ആളെ പിടിച്ച് മുഖം തിരിച്ചുകാണ്ട് കാണിച്ചു തരാണ് ഇപ്പൊ നമുക്ക്. അല്ല മറ്റേലൊക്കെ കൈയൊക്കെ ഇങ്ങനെ ഇതാക്കൂലേ ഇവിടുന്നല്ലേ? കൈ വരാത്തിന്റെ കാരണം ഇത് ഇങ്ങനെ വെച്ച ചെരിഞ്ഞ ഇമേജ് ആയതുകൊണ്ടാണ്. ഡയറക്റ്റ് ഉള്ള ഇമേജ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതൊന്നും കൂടെ ശരിയാവുന്നതാണ്. ഡയറക്റ്റ് ഇമേജ് ആണ്, കൈ മൂവ്മെന്റ് ഉണ്ടാവോ, ഹാൻഡ് മൂവ്മെന്റ് ഉണ്ടാവോ? ഈ രൂപത്തിലുള്ള ഇമേജ് കൊടുക്കണം. പക്ഷെ നമ്മള് കൊടുക്കുന്ന ഇമേജ് ആണെങ്കിൽ അതിൽ കൈ മൂവ്മെന്റ് ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. അവര് തരുന്നതിൽ എന്ത് ചെയ്യും, കറക്റ്റ് കിട്ടും. ഈ ഒരു രൂപത്തിൽ നമ്മൾ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ലിപ്സിന്റെ മൂവ്മെന്റ് അത്ര കറക്റ്റ് അല്ലല്ലോ. Welcome to One World Travels and Tourism. ലിപ്സ് Your passport to the wonders of India. മുഖത്തിന് ഷേപ്പിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോ സ്ട്രൈറ്റ് ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് കൊടുത്തോളാം കേട്ടോ. ഇന്ത്യൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ്. ഇവിടെ വ്യത്യസ്തമായ ആൾക്കാരെ വോയിസ് ഉണ്ട്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മാച്ചായ സൗണ്ട് എടുക്കാം. രവീസ്, രവി, Create unforgettable memories with your loved ones as you embark. Create unforgettable memories with your loved ones as you embark on an adventure of a lifetime. Okay, simple video. Create unforgettable memories with your loved ones as you embark on an adventure of a lifetime. നമ്മൾ കൊടുക്കുന്ന ഇമേജിൽ കൈ അനക്കാൻ സാധ്യത കുറവാട്ടോ. അത് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ഓഡിയബിൾ അല്ലേ? ഹലോ, എല്ലാരും ഇല്ലേ? പോയോ? ഹലോ ഹലോ ഒരുപാട് ഓക്കെ. അപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിന്റെ. എനിക്ക് തോന്നണതേ ആ കൈ ശരിക്ക് കാണാനിട്ടാ തോന്നുന്നത്. കൈ ശരിക്ക് കണ്ടാലല്ലേ അതൊക്കെ ജനറേറ്റ് ചെയ്ത് പിന്നെ മൂവ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ കൈ ശരിക്ക് വ്യക്തമായിട്ട് കാണണം തോന്നുന്നു. ഈ രൂപത്തിലുള്ള ഫോട്ടോ ആണ് അവർ പറയുന്നത്. കൈ കാണുന്ന നമ്മളെ ഒരു അരന്റെ ഭാഗം മുതല് ഇതുപോലെ ഫേസ് കാണിക്കുന്ന കറക്റ്റ് ഫോട്ടോ ആണ് അവർ ചോദിക്കുന്നത്. Since then, we are the most trusted and respected name in the travel industry. Our well-experienced and IATA qualified. അപ്പൊ ഈ രീതിയിലുള്ള ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്ത് ചെയ്യും, ബെറ്റർ ആവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഞാന് ഗ്രൂപ്പിലിടാം.
ഇതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ട് ആകെ 13 അപ്പൊ 7 പോയിന്റ് കുറഞ്ഞിട്ടുണ്ട്. ഇത് 0 വരെയാണ് മാക്സിമം പറ്റുള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം ആനുവലി ഉണ്ട്, മന്ത്ലി ഉണ്ട്. ഇപ്പൊ നമുക്ക് മാക്സിമം 5 മിനിറ്റ് വരെയുള്ള വീഡിയോ ആണ് നമുക്ക് ആകെ പറ്റുള്ളൂ. ഇനി മന്ത്ലി 5.9 $6 കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏകദേശം 64 ക്രെഡിറ്റ്സ് കിട്ടും. അപ്പൊ ഏകദേശം ഒരു 40, 52, 64 വരെ കിട്ടും. 10 മിനിറ്റിന്റെ വീഡിയോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉള്ളത് 5 മിനിറ്റ് ആണ്. പെയ്ഡ് ആണെങ്കിൽ 10 മിനിറ്റ്. നെക്സ്റ്റ് പ്രോ പ്ലാൻ ആണെങ്കിൽ 15 മിനിറ്റ്. $196 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, 100 മിനിറ്റിന്റെ ഒക്കെ വീഡിയോ, ലെങ്തി ആയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് ആവുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറെ അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ മട്ടം പോലെ നോക്കാം. അപ്പൊ എല്ലാരും ട്രയൽ എടുത്തിട്ട് എന്ത് ചെയ്യാ, എല്ലാരും ബിസിനസിന്റെ പ്രൊഡക്റ്റ് ബേസിട്ടോ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചിട്ടോ മലയാളത്തിലോ ഏതെങ്കിലും ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലാണെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയക്കണം കേട്ടോ. എല്ലാവരും നിർബന്ധമായിട്ട് ഗ്രൂപ്പിൽ ഒന്ന് അയച്ചു തരണം. ഓക്കെ, ഹലോ, ഓക്കെ 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 ഓക്കെ. അപ്പോ 8:30 ആയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇതിലെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യുക, നിങ്ങളെ ബിസിനസ്സുമായി സർവീസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒന്നെങ്കിലും നിർബന്ധം മിനിമം ചെയ്യുക. ഇതേപോലെ വേറെയും വീഡിയോ ടൂൾസ് ഉണ്ട്, ഞാൻ അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ അയക്കാം. ഏറെക്കുറെ ഇതേപോലെ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മള് വേറെ ഒന്ന് രാവിലെ ഫസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, അത് ആദ്യം ഞാൻ അതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് പെയ്ഡ് ആയതാണ്. പെയ്ഡ് ആയപ്പോ പിന്നെ നമുക്ക് ഫ്രീ ട്രയൽ കാണിക്കുന്നില്ല. ഇവിടെ കാണിക്കുന്നത് എക്സ്പേർട്ട് പ്ലാൻ എന്ന് കാണിക്കേണ്ടത്. അപ്പൊ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇതേപോലെ വേറെയും കുറച്ച് ടൂൾസ് ഉണ്ട്, ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് റൈറ്റിംഗ്, ഇമേജ് ഡിസൈനിങ്, വീഡിയോ ഡിസൈനിങ്, വീഡിയോ ക്രിയേഷന്, ഇത് 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിൽ AI വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ട വീഡിയോസ്, ഇമേജും അതുപോലെ കണ്ടന്റും ഒക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് പ്രൊമോഷൻസും കാര്യം ചെയ്യാന്നുള്ളതാണ്. അതായത് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് സെൽഫായിട്ട് ഇതൊക്കെ മാർക്കറ്റിങ്ങിന്റെ മെയിൻ ഭാഗമാണ്. നമുക്കുള്ള കണ്ടന്റുകൾ, ഇമേജസ്, വീഡിയോസ്, ഈ ഒരു സംഭവം നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ഇതിപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് കൊടുത്താട്ടോ, ഇതിനേക്കാളും വൃത്തിക്കുള്ള നല്ല അടിപൊളി സംഭവങ്ങളുണ്ട്. ഇപ്പോ ഞാനൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു സൂഫിസവുമായി ബന്ധപ്പെട്ട് നമ്മളെ പരിചയമുള്ള ഒരാളുണ്ട്. അപ്പൊ അവര് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ ഓരോ ഇസ്ലാമിക് കോഴ്സുകൾ ഉണ്ടാവും. സ്ക്രീൻ ഷെയർ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഓഡിയബിൾ അല്ലേ? ഈ ഒരു അക്കൗണ്ടില് ഇതൊക്കെ ഇവര് ചെയ്യുന്ന ഓരോ കോഴ്സ് ആണ്, ഇസ്ലാമിക് കോഴ്സ് ആണ്. മനോഹരമായ സൂര്യോദയമുണ്ട്. വിഷമിക്കേണ്ട, ഏറ്റവും ഇരുട്ടുള്ള രാത്രിക്കപ്പുറം പോലും മനോഹരമായ സൂര്യോദയമുണ്ട്. ശാന്തമായ ഒരു കടലും ഇന്നേ വരെ ഒരു നല്ല കപ്പിത്താനെ ഉണ്ടാക്കിയിട്ടില്ല. ശാന്തമായ ഒരു കടലും ഇന്നേ വരെ ഒരു നല്ല കപ്പിത്താനെ ഉണ്ടാക്കിയിട്ടില്ല. നീ നല്ലൊരു മനുഷ്യനാവുക, എന്നാൽ അത് തെളിയിക്കുവാൻ വേണ്ടി നീ സമയം കളയരുത്. നീ നല്ലൊരു മനുഷ്യനാവുക. ഇതിപ്പോ ഞാൻ ഒരു സാമ്പിൾ കാണിച്ചതാണ്. ഇതൊക്കെ AI ഉപയോഗിച്ചാണ് ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ, ഇതേ രൂപത്തില് ഡിസൈൻ ചെയ്തതാ. ഈ ഇമേജ് എന്ത് ചെയ്തു, ആദ്യം ഇമേജ് ക്രിയേഷനിൽ പോയിട്ട് എന്ത് ചെയ്തു, നമുക്ക് വേണ്ട ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തു. ഇതിന്റെ സ്റ്റെപ്പ് മനസ്സിലാക്കിയാൽ മതി. ഹലോ, ഓഡിയബിൾ അല്ലേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ കൊടുക്ക്.
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൽ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ല, അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കൊടുക്കാൻ പറ്റുമേ. കൊടുക്കാൻ പറ്റൂലേ? ഓക്കെ. ഞാൻ അതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നമുക്ക് അതെ അതെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്രിയേറ്റീവ് വീഡിയോ കൊടുത്തിട്ടേ ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ കണ്ട ഓഡിയോ എന്നുള്ളത് ഇവരെന്താ ചെയ്യേണ്ടത് വെച്ചാല് ആദ്യം ടെക്സ്റ്റ് ഒന്നുകിൽ അവരെന്നെ എന്ത് ചെയ്യുക അതിനെ കുറിച്ച് പറയാം, അവരെന്നെ അതിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ ടെക്സ്റ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓഡിയോ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് ഇവിടെ മ്യൂസിക് കൊടുക്കാൻ പറ്റും. ഇതിൽ ഇവര് ആ കോഡ്സും വീഡിയോസും മാത്രമാണ് ആ ഇമേജ് ഡിസൈൻ ചെയ്യും. AI ഡിസൈനറിൽ അവർ പറഞ്ഞ രൂപത്തിൽ ഇന്ന രീതിയിൽ തലപ്പാവുള്ള വൈറ്റ് തലപ്പാവിലുള്ള എത്ര പ്രായം തോന്നിക്കുന്ന ഒരാളെ ഫേസ് അവർ ക്യാരക്ടർ ഡിസൈൻ ചെയ്യും. ആ ക്യാരക്ടർ ഡിസൈൻ ചെയ്തിട്ട് ആ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, വീഡിയോ ആക്കും. ആ വീഡിയോ ആക്കിയിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻസ്റ്റഗ്രാമിലുള്ള അവരെ ലോഗോയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിന് മാച്ചായ ഒരു സൂഫി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അതിനൊന്നും വാട്ടർമാർക്ക് ഇല്ലല്ലോ. വാട്ടർമാർക്ക് ഇല്ല, അവര് പെയ്ഡാണ് യൂസ് ചെയ്യേണ്ടത്. അവർക്കിത് സ്ഥിരമായിട്ട് വേണ്ടേ. മറ്റത് നമുക്ക് ലിമിറ്റേഷൻ അല്ലേ, ആകെ 20 ക്രെഡിറ്റുകൾ കിട്ടുള്ളൂ. അപ്പോ വാട്ടർമാർക്ക് ഇല്ലാതെ യൂസ് ചെയ്യണമെങ്കിൽ പെയ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇപ്പോഴുള്ള വാട്ടർമാർക്ക് ഇപ്പൊ വന്നാട്ടോ, ഈ വീഡിയോ കുറച്ച് മുമ്പുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പുള്ള നമ്മളെ വീഡിയോന്റെ താഴത്തെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം. അബുസാറിനെ കൊണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയതോ, അധികം ചെക്ക് ചെയ്ത് നോക്കട്ടെ. അബുസാറിനോട് പറയരുത് കേട്ടോ. അബുസാറിനെ കൊണ്ട്, അബുദംബ്രീഖിനെ കൊണ്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് പോകരുത്. അവിടെ ഉണ്ട്. ഞങ്ങളുമായുള്ള സംവാദത്തിനൊടുവിൽ വർക്കിന് അനുമതി നൽകിയതിന് നന്ദി. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ഫ്ലോ താഴെ പറയുന്ന രീതിയിലാണ്. ഇതൊരു വോയിസ് ആണ്. ഞങ്ങളുമായുള്ള സംവാദത്തിനൊടുവിൽ അനുമതി നൽകിയതിന് നന്ദി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ഫ്ലോ താഴെ പറയുന്ന രീതിയിൽ ഒരാളെ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അവർക്ക് ഒരു ചാറ്റ് ബോട്ട് സിസ്റ്റം വഴി അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു റിപ്ലൈ വോയിസ് പോകും. ആ ഒരു വോയിസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഞങ്ങളുമായുള്ള സംവാദത്തിനൊടുവിൽ വർക്കിന് അനുമതി നൽകിയതിന് നന്ദി. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ഫ്ലോ താഴെ പറയുന്ന രീതിയിലാണ്. 1. ബില്ല് കൺഫേം ചെയ്താലുടനെ പൂർണ്ണമായും തുക അടയ്ക്കേണ്ടതാണ്. ബിൽ പേ ചെയ്ത ശേഷമാണ് ഔദ്യോഗികമായി വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. 2. ബിൽ അടച്ച ശേഷം കമ്പനി നിങ്ങൾക്കായി ഡെഡിക്കേറ്റ് ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുമായി. അപ്പൊ ഇത് ഒരു സിമ്പിൾ ഒരു വോയിസ് ചെയ്താണ്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് വാട്സപ്പ് എന്ത് ചെയ്യും, എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് കണ്ടന്റ് അതിന്റെ കൂടെ ഈ ഒരു വോയിസ് പോകും. അപ്പൊ ഇത് നമുക്ക് എൻക്വയറി വന്ന ആളുകൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയാസ് കിട്ടും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓഡിയോസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അബൂസുകാരനെ കൊണ്ട് വീഡിയോ ചെയ്തിരുന്നു, അതാണ് കാണാത്തത്. ഈ ഒരു ഇമേജ് ഉണ്ടോ, ഇത് നരേന്ദ്രമോദിനെ വെച്ചിട്ടേ നമ്മളെ മലപ്പുറത്ത് കാണുന്നുണ്ടോ? ഇത് ഒരു സൈറ്റ് ഉണ്ട്, ക്ലിപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതും ഇമേജ് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മലപ്പുറത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ നരേന്ദ്രമോദിനെ കൊണ്ടും ഫുട്ബോൾ കളിപ്പിക്കുന്ന ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ കിട്ടിയ ഇമേജ് ആണ്. പ്രധാനമന്ത്രിയാണ് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പൊ ഈ രൂപത്തില് നമുക്ക് പലതും എന്ത് ചെയ്യാം, AI വെച്ച് ക്രിയേറ്റ് ചെയ്യാം. സാറിന്റെ വോയിസ് ഇതിപ്പോ നമ്മളൊരു ഫിലിം ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു സാധനം കേട്ടോ. +2 ശേഷം ടെക്നോളജിയിൽ അവസരങ്ങൾ ഇതില് വാട്ടർമാർക്ക് കൺസൾട്ടിംഗ് ആൻഡ് ഗൈഡൻസ്. ഇത് കാണുന്നുണ്ടോ? IT മേഖലയിൽ ഇന്ത്യയിലും ജോലി ഉൾപ്പെടെ നേടാൻ അവസരം. ടെക്നോളജി സെമിനാറിലൂടെ പുതിയ +2 ശേഷം ടെക്നോളജിയിൽ അവസരങ്ങൾ നിരവധിയാണ്. കരിയർ കൺസൾട്ടിംഗ് ആൻഡ് ഗൈഡൻസ്.
IT മേഖലയിൽ ഇപ്പൊ കാണാം. ഇന്ത്യയിലും വിദേശത്തും ജോലി ഉൾപ്പെടെ ഇതിൽ നേടാൻ ലോഗോ അവസരം. ഉണ്ടെങ്കിൽ ഡിമൈനസിന്റെ താഴെ ടെക്നോളജി ഇടത് ഭാഗത്ത് സെമിനാറിലൂടെ പുതിയ സാങ്കേതിക വിദ്യകൾക്ക് ഇങ്ങനെ വിശദമായ ഇങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ലോഗോ, ഇത്ര ഉള്ളായിരുന്നു. അപ്പൊ നമുക്ക് ആ അടിഭാഗം കട്ട് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു ആഡ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം മറഞ്ഞു നിൽക്കും. അപ്പൊ അതറിയില്ല. കോഴ്സുകൾ, ഇതിപ്പോ നമ്മളൊരു ഫിലിം ഇന്റഗ്രേറ്റഡ് ആക്ടർ ഡിഗ്രി, ലേഡി സ്കിൽ ഉണ്ടല്ലോ, അവിടെ കോഴ്സ്, ഫോട്ടോ സ്റ്റഡി വിത്ത് ഇട്ട് ജോബ്, കൊടുത്തിട്ട് അവിടെ കൊണ്ട് ഓൺലൈൻ ഡിഗ്രി ചെയ്യിപ്പിക്കുന്ന കോഴ്സ്, സാധനം. ജോബ് ട്രെയിനിങ് എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യം ഉള്ളവർക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമോ എന്ന് കരുതുന്നു. ചെയ്ത് നോക്കണം കുറെ. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാ, എല്ലാവരും നിങ്ങളെ ബിസിനസ്സോ സർവീസോമായി ബന്ധപ്പെട്ടുള്ള ആദ്യം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് വലിയ കണ്ടന്റ് ഒന്നും വേണ്ട കേട്ടോ, കാരണം നമുക്ക് ആകെ ഒരു 5 മിനിറ്റ് ടൈമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ 5 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു മിനിറ്റിന്റെ ഉള്ളിലൊക്കെ ഒതുങ്ങുന്ന വീഡിയോ. അപ്പൊ അതിൽ മുകളിൽ സ്ക്വയർ എന്നുള്ളത് മാറ്റിയിട്ട് പോർട്രേറ്റ് കൊടുക്കുക, മറ്റേ വെർട്ടിക്കൽ കൊടുക്കുക. എന്നാലും നിങ്ങൾക്ക് റീൽസ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അടിപൊളിയായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, ചെയ്തിട്ട് ഗ്രൂപ്പിൽ മറക്കാതെ അയക്കണം, എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ബൈ. ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ. ബൈ.